സർ, ഈ പാക് അധീന കാശ്മീരിൽ നല്ല രീതിയിൽ പ്രതിഷേധങ്ങൾ പൊങ്ങി വരുന്നുണ്ടല്ലോ. അതിപ്പോൾ മറ്റു രാജ്യങ്ങളിലെ കോൺസുലേറ്റിന് മുമ്പിലും അവർ തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ നമ്മുടെ ഡോക്ടർ എസ് ജയശങ്കർ പറഞ്ഞിട്ടുണ്ട്, പാക് ഓക്യുപ്പൈഡ് കശ്മീരിലുള്ള ഇല്ലീഗൽ ഓക്യുപ്പയേഴ്സിനെ ഇറക്കി വിടുമെന്ന്. അപ്പോൾ എന്തെങ്കിലും നടക്കുമോ? ഈ ഇല്ലീഗൽ ഓക്കുപ്പേഴ്സ് ഞാൻ അദ്ദേഹം ഉദ്ദേശിച്ചത് പാകിസ്ഥാനെയാണ്, അല്ലാതെ അവിടെ താമസിക്കുന്ന ആൾക്കാരെയല്ല. അവിടെ താമസിക്കുന്നവർ അവിടെ തന്നെ താമസിക്കും. ഈ പാക് അധീന കാശ്മീർ ഹിസ്റ്റോറിക്കലി നമ്മുടെയാണ്. ഈ പാർട്ടീഷൻ കഴിഞ്ഞ സമയത്ത് 1948 പാകിസ്ഥാൻ ഈ അഫ്ഗാനിസ്ഥാനിലെ ഗോത്രവർഗക്കാരെയൊക്കെ വെച്ചിട്ട് ഒരു ആക്രമണം നടത്തി. നമ്മൾ തിരിച്ചടിയൊക്കെ ചെയ്തു. ഏതായാലും വലിയൊരു വിഭാഗം, ഓൾമോസ്റ്റ് 1/3 ഓഫ് ഓർ മേ ബി ഹാഫ് ഓഫ് കാശ്മീർ അവരുടെ കയ്യിലേക്ക് അങ്ങ് പോയി, അവരുടെ കയ്യിലാണ്. അതിനുശേഷം നമുക്കത് തിരിച്ചു പിടിക്കാൻ സാധിച്ചിട്ടില്ല. നമ്മൾ ഭൂപടം വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരച്ച് വയ്ക്കും എന്നുള്ളതല്ലാതെ ആ സ്ഥലം നമ്മുടെ അല്ല, നമ്മുടെ കയ്യിലല്ല. ഭൂപടത്തിൽ ഭാരതത്തിൻ്റെ 2 മസ്തകങ്ങൾ പോലെയൊക്കെ നമ്മൾ വരച്ചു വയ്ക്കില്ലേ, ഇത് നമ്മുടെ കയ്യിലല്ല. ഇതൊരു പോർഷൻ പാകിസ്ഥാൻ്റെ കയ്യിലാണ്, മറ്റത് അക്സായി ചൈനയുടെ കയ്യിലാണ്. ബട്ട് വി ഡ്രോ ദിസ് ഇസ് അവർ മാപ്പ്. പാക് ഓക്കുപ്പൈഡ് കാശ്മീർ ബിലോങ്സ് ടു അസ്. യെസ്, ഇറ്റ് ബിലോങ്സ് ടു അസ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് വിത്ത് അസ് നൗ. അപ്പോൾ ഇറ്റ് വാസ് അവേഴ്സ്, ഇറ്റ് ഈസ് അവേഴ്സ്, ഇറ്റ് വിൽ ബി അവേഴ്സ്. ഇതാണ് ഡോക്ടർ എസ് ജയശങ്കർ പറയുന്നത്. നല്ല കാര്യമാണ്. ബട്ട് ഉടനെയൊന്നും അത് പിടിച്ചെടുക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി പിടിച്ചെടുത്തു എന്ന് തന്നെ വയ്ക്കുക. പാകിസ്ഥാൻ ഈസ് വെരി വീക്ക് ദാറ്റ് വേ. ഇപ്പോൾ അവരൊരു ശക്തിയേ അല്ല. ഈവൻ പാകിസ്ഥാൻ്റെ അണുബോംബ് പോലും വലിയൊരു നുണബോംബാണ്. ദേ ഡോണ്ട് ഹാവ് ന്യൂക്ലിയർ കേപ്പബിലിറ്റി. എനിവേ, so many people believe that Pakistan have nuclear capability, but there are a lot of scientists who says that it is all hoax. They don't have the nuclear capability. എനിക്കും ആ ഒരു കാര്യമാണ് വിശ്വസിക്കാൻ തോന്നുന്നത്. നോട്ട് ബിക്കോസ് പാകിസ്ഥാൻ അതുകൊണ്ട് തോറ്റുപോയി എന്നുള്ള അത് വെച്ചിട്ടല്ല. ലോജിക്കലി അവർക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ല, ഉണ്ടായിട്ടുമില്ല, അവരുടെ പൈസയില്ല, ഒന്നുമില്ല. അസ്ഥികൂടം മാത്രമായ ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അപ്പോൾ പാക് ഓക്കുപ്പൈഡ് കാശ്മീർ തിരിച്ച് പിടിക്കാൻ നമുക്ക് വലിയ അധ്വാനമൊന്നുമില്ല, ചുമ്മാ അങ്ങ് പിടിച്ചെടുക്കാം. ബട്ട് എടുത്തിട്ട് എന്ത് ചെയ്യാൻ പോകുന്നു? POKയുടെ ഏരിയ എത്രയാണ്? അറൗണ്ട് 35,000 സ്ക്വയർ കിലോമീറ്റേഴ്സ്. ഏകദേശം കേരളത്തിൻ്റെ വലിപ്പം. കേരളത്തിൻ്റെ 38,000 ആണ്. പാക് അധീന കാശ്മീർ 35,000 ആണ്. അത്രയും സ്ഥലം കൂടെ ഭാരതത്തോട് നമുക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യുമ്പോൾ അതിലെ പോപ്പുലേഷൻ കൂടെ ഭാരതത്തിൻ്റെ കൂടെ വരികയാണ്. അവരുടെ പോപ്പുലേഷൻ ഇപ്പോൾ കൺസർവേറ്റീവ് എസ്റ്റിമേറ്റ് 46-47 ലക്ഷമാണ് ആ പ്രദേശത്തെ പാക് ഓക്കുപ്പൈഡ് കാശ്മീരിലെ ജനസംഖ്യ, വിച്ച് ഈസ് 100% മുസ്ലിം. ഒന്നോ ഒറ്റയോ ഹിന്ദു അവിടെ ഇവിടെയൊക്കെ കണ്ടുവന്ന് വരാം. ഇന്ത്യയോട് ഇത് ചേർക്കുന്നു എന്ന് പറയുന്ന നിമിഷം അനദർ 1 crore വിൽ കം ടു പാക് ഓക്കുപ്പൈഡ് കാശ്മീർ. പാകിസ്ഥാനികൾ ഇന്ത്യയിൽ തള്ളിക്കയറാൻ തയ്യാറായിട്ട് നിൽക്കുക. ആൻഡ് ദ ഇൻ്റർനാഷണൽ ഫോഴ്സസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഓർഗാനിക് ഗ്രോത്ത് കൊണ്ട് ഇന്ത്യ ഇസ്ലാമിക് കൺട്രി ആവുന്നതിലും എത്രയോ എളുപ്പമാണ് മൈഗ്രേഷൻ കൊണ്ട് ഇന്ത്യ നിറച്ചിട്ട് ഇസ്ലാമിക് കൺട്രി ആക്കുന്നത്. ഇസ്ലാമിക് കൺട്രി ആവാൻ 100% ഇസ്ലാമൊന്നും ആകണമെന്നില്ല. 60% ആണ് അതിൻ്റെ ആദ്യത്തെ ത്രഷോൾഡ് ലിമിറ്റ്. 60% മുസ്ലിംസ് ആയിക്കഴിഞ്ഞാൽ they will get some sort of veto, as what you see in India. Even with Narendra Modi administration, he is also having this veto, Islamic veto problem. പലതവണ അത് ഓവർകം ചെയ്യാൻ വലിയ പ്രയാസമാണ്. ഇറ്റ്സ് എ ബിഗ് ഇക്കോസിസ്റ്റം. വൺസ് ദേ ക്രോസ് 30% ഓഫ് ദ പോപ്പുലേഷൻ, then that has become Islamic country. 30% എത്തിയാൽ മതി.
100%, 75% ഒന്നും വേണ്ട, 50% പോലും വേണ്ട. നമ്മുടെ പല ആൾക്കാരും സ്വപ്നം കാണുന്നത് എങ്ങനെ പോയി കഴിഞ്ഞാലും ഹിന്ദുക്കൾ 80% ഒന്നുമില്ല, കടലാസിലാണ്. ഹിന്ദു, എൻ്റെ എസ്റ്റിമേറ്റിൽ ഹിന്ദു ഹാസ് ബീൻ റെഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ ടു 65% or so ഇപ്പം തന്നെ. 2011 ശേഷം നിങ്ങൾ സെൻസസ് നടത്തിയിട്ടില്ല. NRC എടുക്കാൻ ഈ പറഞ്ഞ ടീം സമ്മതിക്കില്ല. NRC എടുത്തു കഴിഞ്ഞാൽ യു മസ്റ്റ് നോ ദ ഈ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഇറ്റ്സ് നോട്ട് പോപ്പുലേഷൻ. പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ എറണാകുളത്തിൻ്റെ പോപ്പുലേഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എറണാകുളത്ത് എത്ര പേരുണ്ട്? ടോട്ടൽ പോപ്പുലേഷൻ നമുക്ക് കിട്ടും. അത് രാവിലെ തൃശ്ശൂരിൽ നിന്ന് വന്ന് ജോലി ചെയ്ത് വൈകുന്നേരം തിരിച്ചു പോകുന്നവരുണ്ട്, കോട്ടയത്ത് നിന്ന് വന്ന് തിരിച്ചു പോകുന്നവരുണ്ട്, ആലപ്പുഴയിൽ നിന്ന് വന്ന് തിരിച്ചു പോകുന്നവരുണ്ട്. ഒരു 200 പിള്ളേർ ക്യൂസാറ്റിൽ ശ്രീലങ്കയിൽ നിന്ന് പഠിക്കാൻ വന്നവരുണ്ട്. അതിൽ നിന്ന് 6 മാസം കഴിയുമ്പോൾ അവരുടെ കോഴ്സ് കഴിഞ്ഞ് തിരിച്ചു പോകും. ഇവരെയൊക്കെ ചേർത്താണ് പോപ്പുലേഷൻ. എറണാകുളത്തുകാർ എത്ര എറണാകുളത്തുണ്ട്? ഇത് നോക്കിയിട്ടേ നമുക്ക് റിസോഴ്സസ് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് പോപ്പുലേഷൻ നോക്കിയിട്ട് നമുക്ക് വെള്ളം, വൈദ്യുതി, അത് ഇത് വെള്ളം ഒരാൾ പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ വെള്ളം കൊടുക്കാതിരിക്കാൻ പറ്റുള്ളൂ. ഇറ്റ് ഹാസ് ടു ബി ഗിവൺ. But original rights to the land, rights to construct a building, all these things. Okay, തൃശ്ശൂരുകാരന് എറണാകുളത്ത് ബിൽഡിംഗ് കെട്ടാം, ബട്ട് ഫ്രം വേർ ഹി ഈസ് കമ്മിങ്. നമ്മൾ ഒരേ സംസ്ഥാനമായതുകൊണ്ട് ഒരേ രാഷ്ട്രമായതുകൊണ്ട് ആ പ്രശ്നമില്ല. ബട്ട് 2 രാഷ്ട്രങ്ങളായി കഴിയുമ്പോൾ യു മസ്റ്റ് നോ വിച്ച് ഈസ് യുവർ സിറ്റിസൺ ആൻഡ് വിച്ച് ഈസ് ദ ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ, വിച്ച് മേ ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് അക്കോർഡിംഗ് ടു സർട്ടൻ ഫിനോമിന. കാലാവസ്ഥ കൊണ്ട് ടൂറിസ്റ്റുകൾ ഒരുപാട് വന്നു, അതും പോപ്പുലേഷനാണ്. ടൂറിസ്റ്റുകൾ 10-20 ദിവസമുണ്ട്. അപ്പോൾ NRC എടുത്താലേ നമുക്ക് ഇതിൻ്റെ കൃത്യം കണക്ക് കിട്ടുള്ളൂ. NRC എടുക്കാനും there is a മുസ്ലിം വീറ്റോ ഉള്ളതുകൊണ്ട് there is a കോൺഗ്രസ് വീറ്റോ, കമ്മ്യൂണിസ്റ്റ് വീറ്റോ, all other parties they are against NRC. See, even with mighty Narendra Modi and Amit Shah, they are unable to implement NRC. ഞങ്ങൾ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്തിട്ടില്ല, ആയിട്ടില്ല. I wish they do that. Now, this is the danger of absorbing Pak-occupied Kashmir to India. I am happy if you occupy the land and leave the population to the other side. Okay. But if you take the population, you are going to have a serious demographic change, which you may not be able to manage. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. So it's not so easy. ഞാൻ ഒരു RSSകാരനാണ്. ഓക്കെ, RSSകാർ അഖണ്ഡ ഭാരതത്തിൽ വിശ്വസിക്കുന്നവരാണ്. ബട്ട് ഇഫ് യു ടെൽ മീ മോഹൻദാസെ അഖണ്ഡ ഭാരതം സാങ്ഷൻ ചെയ്തിരിക്കുന്നു, നാളെ പാകിസ്ഥാനും ബംഗ്ലാദേശും ഇന്ത്യയുമായിട്ട് കൂട്ടിച്ചേർക്കാൻ പോകണം എന്ന് പറഞ്ഞാൽ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് മൈ ബേസിക് റിക്വയർമെൻറ്റ്. അഖണ്ഡ ഭാരതം എൻ്റെ ബേസിക് റിക്വയർമെൻ്റ് ആണ്. ബട്ട് ഡൂയിങ് ഇറ്റ് നൗ, ഈ റിമൈനിങ് ഭാരതം കൂടെ ഇല്ലാതെ പോകുന്ന പ്രവൃത്തിയാവുന്നത്. പാകിസ്ഥാനെയും ബംഗ്ലാദേശിനെയും ചേർത്ത് കഴിഞ്ഞാൽ വാട്ട് വിൽ ബി ദ പോപ്പുലേഷൻ, മുസ്ലിം പോപ്പുലേഷൻ ഇൻ ഇന്ത്യ? ഇറ്റ് വിൽ ബി അറ്റ്ലീസ്റ്റ് 35 to 45%. ആൻഡ് ഇറ്റ്സ് ഗോൺ. അപ്പോൾ അഖണ്ഡ ഭാരതം കിട്ടിയിട്ട് എന്താ കാര്യം? അഖണ്ഡ ഭാരതം വിൽ കം ഇൻ ടു പിക്ചർ ഓർ ഇറ്റ് വിൽ ബിക്കം എ റിയാലിറ്റി വെൻ ഹിന്ദു നോ ഹൗ ടു ഡീൽ വിത്ത് ഇസ്ലാം. There are various methods of dealing with Islam. ഒന്ന്, ഇസ്ലാം ഒരു സോഫ്റ്റ് സൊസൈറ്റി ആയിട്ട് മാറുക. I don't know whether it will happen, but there are signs in Saudi Arabia, UAE. ഇതുപോലത്തെ കട്ടർ ഇസ്ലാം, ഇന്ത്യയിലുള്ള പോലെ കട്ടർ ഇസ്ലാം യു വിൽ നോട്ട് സീ ഇൻ ഗൾഫ് കൺട്രീസ്. ഗൾഫ് കൺട്രീസിലെ ഇസ്ലാം ഇതുപോലത്തെ, അവർക്ക് സ്ത്രീകൾക്ക് അവകാശം കൊടുക്കും, ബുർഖ ഇല്ല, ഒന്നുമില്ല, വണ്ടി ഓടിക്കാം, എവറിഥിങ് ഈസ് പോസിബിൾ. ഇന്ത്യൻ മുസ്ലിമാണ് വല്ലാത്ത ഇതിൽ വാശി പിടിച്ചിട്ട് ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഓർത്തഡോക്സി എന്ന് പറയുന്നത്. ഈവൻ ഈ ISIS-നെയും ബോക്കോ ഹറാമിനെയും അനുകരിക്കുന്ന ആൾക്കാർ ആരാണെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ മുസ്ലിമാണ്. നോ അതർ മുസ്ലിം ഇൻ ദ വേൾഡ് ഈസ് ഷൗട്ടിംഗ് ഫോർ പാലസ്റ്റീൻ, ബട്ട് ഇന്ത്യൻ മുസ്ലിംസ് ആർ ഷൗട്ടിംഗ്, എസ്പെഷ്യലി കേരള മുസ്ലിംസ് ആർ ഷൗട്ടിംഗ്. വൈ ദർ ഇസ് നോ പ്രൊട്ടസ്റ്റ് ഇൻ UAE ഓർ സൗദി അറേബ്യ? അവിടെ രാജഭരണമാണ്, അവിടെ പ്രൊട്ടസ്റ്റ് നടക്കില്ല. ശരി, ഇത് പാലസ്തീനിലെ മുസ്ലിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള പ്രൊട്ടസ്റ്റ് അല്ലേ, നോട്ട് അഗൈൻസ്റ്റ് ദ സൗദി ഗവൺമെൻറ്. എന്നിട്ടും എന്താ നടക്കാത്തത്? നടക്കില്ല അത്, ബിക്കോസ് ദേ ഡോണ്ട് സപ്പോർട്ട്.
അവർ പാലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, പാലസ്തീൻ കോസിനെയും അവർ സപ്പോർട്ട് ചെയ്യുന്നില്ല. ദേ ആർ നോട്ട് ഇൻ ദാറ്റ് ഡിസ്പ്യൂട്ട് അറ്റ് ഓൾ. ബട്ട് ഇന്ത്യൻ മുസ്ലിംസ് ആർ എ പാർട്ട് ഓഫ് ദാറ്റ് ഡിസ്പ്യൂട്ട്. ദേ ഫീൽ അയ്യോ ഞങ്ങളുടെ ബന്ധുക്കളൊക്കെ പാലസ്തീനുള്ളതാണ്, മിനിഞ്ഞാന്നാണ് എൻ്റെ ആ മാമൻ പാലസ്തീനിൽ പോയത്, എന്തായോ എന്തോ, ഉടനെ ഇവിടെ പാലസ്തീൻ ഐക്യദാർഢ്യം. ഈ നോൺസെൻസ് ഭൂമിയിൽ നടക്കുന്ന ഒരേ ഒരു സ്ഥലം ഭാരതമാണ്, അതിൽ പ്രത്യേകിച്ച് കേരളമാണ്. അതിൻ്റെ കൂടെ പാക് ഓക്കുപ്പൈഡ് കാശ്മീരും കൂടെ ചേർത്താൽ ജോറായിരിക്കും, വേറൊരു കേരളം കൂടെ നിങ്ങൾക്ക് ചേർക്കാം. കേരളത്തിൽ പേരിനെങ്കിലും ഇപ്പോൾ ഹിന്ദു ബാക്കി കിടക്കുന്നുണ്ട്, മറ്റടുത്ത് ആരുമില്ല. മാത്രമല്ല POK ഇന്ത്യയുമായിട്ട് ചേരാൻ പോകുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ നിന്ന് റിമൈനിങ് ഒരു ഇതിൻ്റെ ഇരട്ടി ആൾക്കാർ അവിടെ നിന്ന് ഒരു കോടി ആൾക്കാരൂടെ ആണെന്ന് കൂടി ഇതിനകത്ത് കയറിയിട്ട് ഞാനും POKയിലാണ് താമസം എന്ന് പറയും. ബിക്കോസ് ഭാരതത്തിൽ വന്നു കഴിഞ്ഞാൽ സൗകര്യമില്ലേ, സംവരണമുണ്ട്, നിങ്ങളെ സൂചിപ്പിക്കാൻ ആളുണ്ട്, റേഷൻ കാർഡുണ്ട്, ആധാർ കാർഡുണ്ട്, ന്യൂനപക്ഷ പദവിയുണ്ട്, കിരീടമൊക്കെ വെച്ചിട്ട് വാളും പരിചയമൊക്കെ ആയിട്ട് നിങ്ങളെ പരിചരിക്കാൻ ധാരാളം ആൾക്കാരുണ്ട്. ദാറ്റ് ഈസ് വൈ എവറി ഇസ്ലാം ഹു ഈസ് ത്രോൺ ഔട്ട് ഓഫ് ഹിസ് കൺട്രി ഈസ് റണ്ണിങ് ടുവേഴ്സ് ഇന്ത്യ. അത് കാരണം ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ പരമസുഖമാണ്. നിങ്ങൾ 100% പോലും നിങ്ങൾക്ക് ന്യൂനപക്ഷ സംവരണം കിട്ടും. 99 മുസ്ലിമും ഒരു ഹിന്ദുവും ഉള്ളപ്പോൾ പോലും ഈ 99 മുസ്ലിമിന് ന്യൂനപക്ഷ സംവരണം കൊടുക്കുന്ന ഒരേ ഒരു സ്ഥലം ഇന്ത്യയാണ്. ഇത്രയും സുഖം വേറെ എവിടെയാണ്? സോ പാക് ഓക്കുപ്പൈഡ് കാശ്മീർ ഇൻ പ്രിൻസിപ്പിൾ ഐ അഗ്രി, ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഇന്ത്യ, ബട്ട് യു ടേക്ക് ദ ലാൻഡ്, നോട്ട് ദ പീപ്പിൾ. Can you do that? That is the biggest problem. It was advocated by Ambedkar. Ambedkar partition സമയത്ത് പറഞ്ഞിരുന്നു, the last Muslim has to go to Pakistan. The last Hindu or non-Muslim has to come to India. And let us do partition. How beautiful it would have been. കാരണം ആർക്കും പിന്നെ പരാതിയില്ല. അംബേദ്കർ പറഞ്ഞ ആശയമാണ്. പക്ഷെ അത് നടപ്പിലായില്ല. ആൻഡ് വി ബോത്ത് ആർ സഫറിങ്. പാകിസ്ഥാൻ ഈസ് ഓൾസോ സഫറിങ്, വി ആർ ഓൾസോ സഫറിങ്. സോ വി ഡിഡ് എ ഹിസ്റ്റോറിക്കൽ ഫുളിഷ്നെസ്. ലെറ്റ് us do another foolishness. I am not saying that പാകിസ്ഥാനി നമുക്ക് വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. But there are bigger implications than the euphoric people think. POKയിൽ കലാപം തുടങ്ങി, താമസിയാതെ POK തന്നെത്താനെ നമ്മളുമായിട്ട് ചേരുന്നൊക്കെ പറഞ്ഞിട്ടാണ് സോഷ്യൽ മീഡിയയിൽ സന്തോഷിക്കുന്നത്. ഒരു മനുഷ്യനും മനസ്സിലാവുന്നില്ല ആരുമായിട്ടാണ് നിങ്ങൾ ചേരാൻ പോകുന്നത്, ആരാണ് നിങ്ങളുടെ കൂടെ വരാൻ പോകുന്നത്. അപ്പോൾ യെസ്, ദാറ്റ് ഈസ് ഒരു സീരിയസ് ഇംപ്ലിക്കേഷൻസ് ഉള്ള ഒരു ഇഷ്യൂ ആണ് പാക് ഓക്കുപ്പൈഡ് കാശ്മീർ. ഇറ്റ് ഇസ് നോട്ട് ആസ് സിമ്പിൾ ആസ് യു തിങ്ക്. Even Kashmir is not as that simple. Why did BJP not stand in Kashmir at all for the election? See, BJPക്ക് BJPയുടെ പൊളിറ്റിക്സ് ഉണ്ട്. This is all I am speaking trans BJP, trans politics. I am not justifying BJP or even blaming BJP. But my priority, എൻ്റെ പ്രധാനപ്പെട്ട സംഗതി ഭാരതം എങ്ങനെ നിലനിൽക്കും എന്നുള്ളതാണ്. Yes. അതിന് സഹായകമായ എന്ത് കാര്യവും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അതിന് ദോഷം വരും എന്നുള്ളത് 100 തവണ ആലോചിച്ചിട്ട് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള അഭിപ്രായക്കാരനാണ്. BJP തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരിക്കുകയോ അതൊക്കെ അവരുടെ തീരുമാനം. ലെറ്റ് ദം ഡു ദാറ്റ്. ഐ ഹാവ് നോ പ്രോബ്ലംസ്. ബട്ട് ഈ POK പോലത്തെ ഇഷ്യൂ, അതുകൊണ്ടാണ് വൈ മോദി ഈസ് കെയർ. അല്ലെങ്കിൽ മോദി മിലിറ്ററിയോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ മാറ്റർ ഓഫ് ഫ്യൂ അവേഴ്സ്, യു ക്യാൻ അനക്സ് POK. Nothing is going to happen. Nothing will happen. പാകിസ്ഥാൻ്റെ ഈ ഗസ്നി, ഗോറി, മിസൈൽ, ന്യൂക്ലിയർ ത്രെറ്റ്, everything is bullshit. You can occupy POK maybe in 4 or 5 hours. അത്രേ ഉള്ളൂ POK. ബട്ട് ഇത് ചെയ്യാത്തത് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസും ഇംപ്ലിക്കേഷൻസും വിചാരിച്ചിട്ടാണ്. ആൻഡ് ഐ അഡ്മയർ ദ പ്രൈം മിനിസ്റ്റർ ഫോർ ബീയിങ് കെയർഫുൾ not to become euphoric over things. കിട്ടിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ബഹളമൊക്കെ നടത്തുന്നു. അതൊന്നും ഒരു സ്റ്റേറ്റ്സ്മാനെ യോജിച്ചതല്ല. അത് ചെയ്യാത്തതുകൊണ്ടാണ് എനിക്ക് മോദിയോട് ആദരവുള്ളത്. സോഷ്യൽ മീഡിയയിൽ ഇത് ചെയ്യുന്നവർ, മെയിൻ സ്ട്രീം മീഡിയയിൽ ചെയ്യുന്നവർ, എനിക്ക് അവരുടെ വികാരം എനിക്ക് മനസ്സിലാവും. ബട്ട് എനിക്ക് അവരോടും പറയാനുള്ളത്, ബി കോഷ്യസ്.
അങ്ങനെ അങ്ങ് സെലിബ്രേറ്റ് ചെയ്യാൻ വരട്ടെ. റൈറ്റ്.